നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ഇന്നത്തെ നമ്മുടെ ഈ പ്രത്യേക ജ്യോതിഷ വീഡിയോ കുംഭം രാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. 2026 ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള 6 മാസക്കാലം കുംഭം രാശിക്കാരുടെ ജീവിതത്തിൽ എന്ത് വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത് എന്നാണ് നാം ഇന്ന് വിശദമായി പരിശോധിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ഏറ്റവും സവിശേഷമായ ഒരു കാലഘട്ടമാണിത്. നിങ്ങളുടെ ജന്മരാശിയിലാണ് ഇപ്പോൾ രാഹു സ്ഥിതി ചെയ്യുന്നത്. കേതു 7-ാം ഭാവത്തിലും ശനി 2-ാം ഭാവത്തിലും ചൊവ്വ 4-ാം ഭാവത്തിലുമുണ്ട്. കൂടാതെ സൂര്യൻ 5-ാം ഭാവത്തിലും വ്യാഴം, ശുക്രൻ, ബുധൻ എന്നിവ 6-ാം ഭാവത്തിലുമാണുള്ളത്. 2026 ഡിസംബർ 6 വരെ രാഹു നിങ്ങളുടെ 1-ാം ഭാവത്തിൽ തന്നെയായിരിക്കും തുടരുക. രാഹു 1-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായും കേതു നിങ്ങളുടെ 7-ാം ഭാവത്തിലുണ്ടായിരിക്കും. കഴിഞ്ഞ 8-10 മാസങ്ങളായി നിങ്ങളുടെ മനസ്സിനെ രാഹു ശക്തമായി സ്വാധീനിക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ ചിന്തകളെ അല്പം അസ്വസ്ഥമാക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കാത്ത അവസ്ഥ വരുന്നുണ്ടാകും. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ അത് പഠനമോ ജോലിയോ ബിസിനസ്സോ അതുമല്ലെങ്കിൽ വ്യക്തിപരമായ ബന്ധങ്ങളോ ആകട്ടെ, നിങ്ങൾക്ക് പൂർണ്ണമായ ഒരു തൃപ്തി ലഭിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടാകാം. മനസ്സിലെപ്പോഴും അനാവശ്യമായ നെഗറ്റീവ് ചിന്തകൾ കടന്നുകൂടുന്നുണ്ടാകാം. ഉദാഹരണത്തിന്, നിങ്ങൾ ഏറെ ആഗ്രഹിച്ച ഒരു സാധനം കയ്യിൽ കിട്ടിയാലോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായി നല്ല രീതിയിൽ സംസാരിച്ചാലോ പോലും മനസ്സിൽ ഒരു പൂർണ്ണ തൃപ്തി തോന്നാത്ത അവസ്ഥയുണ്ടാകും. ഇതിലും നന്നായി ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ഇതിലും മികച്ചത് എനിക്ക് കിട്ടേണ്ടതായിരുന്നു എന്നൊരു ചോദ്യം മനസ്സിലെപ്പോഴും വരുന്നുണ്ടാകാം. രാഹു 1-ാം ഭാവത്തിൽ വരുമ്പോൾ ഇത്തരം മാനസികാവസ്ഥകൾ സാധാരണയാണ്. ഇത് ഡിസംബർ 6 വരെ തുടരും. എങ്കിലും ഇതിന് ചില നല്ല വശങ്ങളുണ്ട്. രാഹു 1-ാം ഭാവത്തിൽ വരുമ്പോൾ അത് നിങ്ങളുടെ ബുദ്ധിശക്തിക്ക് വലിയ മൂർച്ച നൽകും. നിങ്ങൾ വളരെ വലിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും ഭാവി ലക്ഷ്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും തുടങ്ങും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള ആധുനിക സാങ്കേതിക വിദ്യകളിൽ നിങ്ങൾക്ക് താല്പര്യം കൂടുകയും അതുവഴി പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള വഴി തെളിയുകയും ചെയ്യും. രാഹു ജന്മരാശിയിൽ നിൽക്കുമ്പോൾ കേതു 7-ാം ഭാവത്തിലായതുകൊണ്ട് വിവാഹിതരായ കുംഭം രാശിക്കാർ ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണം. പങ്കാളിയുടെ ഭാഗത്തു നിന്നുള്ള ചെറിയ തെറ്റുകൾ മാത്രം വലുതാക്കി കണ്ട് വഴക്കുകൾ ഉണ്ടാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ രാശ്യാധിപനായ ശനിദേവൻ ഇപ്പോൾ 2-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജൂലൈ 27 ശനി വക്രഗതിയിലാവുകയും ഡിസംബർ 11 വരെ ഇതേ അവസ്ഥയിൽ തുടരുകയും ചെയ്യും. ശനി 2-ാം ഭാവത്തിൽ നിൽക്കുന്നതും നിങ്ങളുടെ കഠിനമായ 7-ര ശനി ഒഴിഞ്ഞു പോകുന്നതുമായ ഈ സുപ്രധാന സമയത്ത് മുൻപ് മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും പുനരാരംഭിക്കാൻ സാധിക്കും. കുടുംബത്തോടൊപ്പം നല്ല നിമിഷങ്ങൾ ചിലവഴിക്കാനും യാത്രകൾ പോകാനും പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും ഈ കാലയളവ് സഹായിക്കും. മുൻപ് നിങ്ങൾക്ക് സംസാരിക്കുന്നതിലും നിങ്ങളുടെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിലും ചില ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടാകും. നിങ്ങളുടെ സംസാര രീതി കാരണം ജോലിസ്ഥലത്തോ കുടുംബത്തിലോ അനാവശ്യമായ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. കാരണം ജ്യോതിഷത്തിൽ 2-ാം ഭാവം എന്നത് കുടുംബത്തെയും ധനത്തെയും സംസാരത്തെയും സൂചിപ്പിക്കുന്നു. ഈ സമയത്ത് നിങ്ങളുടെ സംസാരത്തിൽ നല്ല മാറ്റങ്ങൾ വരും. കൂടാതെ പുകവലി അല്ലെങ്കിൽ മദ്യപാനം പോലുള്ള മോശം ശീലങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അത് നിയന്ത്രിക്കാനും അതിൽ നിന്ന് മുക്തി നേടാനും ഈ സമയം സാധിക്കും. കുടുംബത്തിൽ നിങ്ങളുടെ സംസാരം കാരണം ആർക്കെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറി പരസ്പര സ്നേഹം വർദ്ധിക്കും. വ്യാഴത്തിന്റെ 9-ാം ദൃഷ്ടി വ്യാഴത്തിന്റെ സ്വന്തം വീട്ടിൽ പതിക്കുന്നത് കൊണ്ട് കുടുംബത്തിൽ വളരെ സന്തോഷകരമായ അന്തരീക്ഷം ഉണ്ടായിരിക്കും. കുടുംബവുമായി ബന്ധപ്പെട്ട എല്ലാ തർക്കങ്ങളും പരിഹരിക്കപ്പെടും. വ്യാഴത്തിന്റെ ഈ ശുഭദൃഷ്ടി കാരണം നിങ്ങളുടെ കുടുംബത്തിൽ പുതിയ ചില നല്ല കാര്യങ്ങൾ സംഭവിക്കാനും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാനും യോഗമുണ്ട്. ചൊവ്വ നിങ്ങളുടെ 5-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്ന ഓഗസ്റ്റ് 3 മുതൽ സെപ്റ്റംബർ 19 വരെയുള്ള കാലയളവിൽ ആരോഗ്യകാര്യങ്ങളിൽ കടുത്ത ജാഗ്രത വേണം. പ്രത്യേകിച്ച് ഭക്ഷണകാര്യങ്ങളിൽ വലിയ ശ്രദ്ധ പുലർത്തണം. പുറത്തു നിന്നുള്ള ആഹാരങ്ങൾ പരമാവധി ഒഴിവാക്കുക. ഈ സമയത്ത് കടുത്ത തലവേദന, മൈഗ്രെയിൻ പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടിയേക്കാം. ശനി 2-ാം ഭാവത്തിൽ തുടരുന്ന 2027 ജൂൺ വരെയുള്ള കാലത്തോളം നിങ്ങൾക്ക് തൊണ്ടവേദന, സൈനസ്, പെട്ടെന്ന് ജലദോഷം പിടിക്കുക,
ശബ്ദമടഞ്ഞു പോവുക തുടങ്ങിയ അലർജി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദീർഘദൂര യാത്രകൾ ചെയ്യുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കാരണം പെട്ടെന്ന് പനി പിടിക്കാനോ തലവേദന വരാനോ സാധ്യതയുണ്ട്. പല്ലുകളുമായി ബന്ധപ്പെട്ട വേദനകളും ഈ സമയത്തുണ്ടായേക്കാം. യഥാർത്ഥത്തിൽ 2025 മാർച്ച് മാസം മുതൽ തന്നെ പല്ലിന്റെയോ തൊണ്ടയുടെയോ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടാകാം. അത് ഈ സമയത്തും ശ്രദ്ധിച്ചില്ലെങ്കിൽ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഈ സമയം വളരെ അനുകൂലമാണ്. സെപ്റ്റംബർ 3 ശേഷം ശുക്രൻ തുലാം രാശിയിലേക്കും സെപ്റ്റംബർ 7 ബുധൻ കന്നിരാശിയിലേക്കും മാറുന്നതോടെ നിങ്ങളുടെ പഠനത്തിൽ വലിയ പുരോഗതിയുണ്ടാകും. ചുറ്റുമുള്ളവർ നിങ്ങളെ മാനസികമായി തളർത്താൻ ശ്രമിച്ചാലോ നിനക്കതിന് സാധിക്കില്ല എന്ന് പറഞ്ഞ് നിങ്ങളിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ നോക്കിയാലോ നിങ്ങൾ അതൊന്നും വകവെക്കരുത്. നിങ്ങളുടെ ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക. സെപ്റ്റംബർ 3 ശേഷം വരുന്ന പരീക്ഷകളിൽ മികച്ച വിജയം നേടാനും ഉയർന്ന മാർക്ക് വാങ്ങാനും നിങ്ങൾക്ക് സാധിക്കും. ഈ കാലയളവിൽ നിങ്ങൾ പരമ്പരാഗതമായ കഠിനാധ്വാനത്തിന് പകരം കൂടുതൽ ബുദ്ധിപൂർവം സ്മാർട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. കുറഞ്ഞ സമയവും അധ്വാനവും കൊണ്ട് എങ്ങനെ കൂടുതൽ വിജയം നേടാമെന്നതിനെ കുറിച്ചാകും നിങ്ങളുടെ ചിന്തകൾ. നിലവിലുള്ള തൊഴിൽ മേഖലയിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുകയും അതിനായി ശ്രമിക്കുകയും ചെയ്യും. ധനത്തിന്റെയും ലാഭത്തിന്റെയും അധിപനായ വ്യാഴം നിങ്ങളുടെ 10ാം ഭാവത്തെയും 12ാം ഭാവത്തെയും നോക്കുന്നുണ്ട്. വ്യാഴത്തിന്റെ ഈ ശുഭകരമായ നോട്ടം കാരണം 2026 നവംബർ മാസത്തിനു മുൻപായി നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൽ വലിയൊരു പ്രമോഷനോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക ലാഭങ്ങളോ വന്നു ചേരും. മുൻപെവിടെയെങ്കിലും കുടുങ്ങിക്കിടന്നതോ ആരെങ്കിലും തരാതിരുന്നതോ ആയ പണം ഈ സമയത്ത് നിങ്ങളുടെ കൈകളിൽ വന്നു ചേരും. കാലങ്ങളായി മുടങ്ങിക്കിടന്ന വലിയ കാര്യങ്ങൾ ഈ സമയത്ത് വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും. പുതിയ ജോലി മാറ്റം ആഗ്രഹിക്കുന്നവർക്കും സ്വന്തം വീടോ വസ്തുവകകളോ വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതിലൂടെ വലിയ ലാഭം നേടാൻ ഈ സമയം സഹായിക്കും. കരിയറിൽ നിങ്ങൾ വിചാരിച്ചതിലും വലിയൊരു പുരോഗതി തന്നെ ഈ 6 മാസത്തിനുള്ളിൽ ദൃശ്യമാകും. ഓഗസ്റ്റ് 3 ശേഷമുള്ള സമയവും അതിനേക്കാൾ മികച്ചതായി ചൊവ്വ നിങ്ങളുടെ 7ാം ഭാവത്തിലേക്ക് രാശി മാറുന്ന നവംബർ 1 ശേഷമുള്ള കാലയളവും ബിസിനസ് ചെയ്യുന്നവർക്ക് ഏറ്റവും സുവർണകാലമാണ്. നവംബർ മാസത്തിന് ശേഷം സ്വന്തമായി പുതിയ ബിസിനസ്സോ സംരംഭങ്ങളോ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായി മുന്നോട്ടു പോകാം. അതിൽ വലിയ വിജയം നിങ്ങൾക്കുണ്ടാകും. എങ്കിലും ഒരു കാര്യം ഞാൻ നിങ്ങളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഒരു കാര്യത്തിലും അമിതമായ തിടുക്കമോ എടുത്തുചാട്ടമോ കാണിക്കരുത്. ജ്യോതിഷപ്രകാരം ചന്ദ്രനും രാഹുവും തമ്മിൽ ശത്രുതയിലാണ്. ചന്ദ്രരാശിയിലൂടെ രാഹു സഞ്ചരിക്കുന്ന ഈ സമയത്ത് മനുഷ്യർക്ക് എല്ലാ കാര്യങ്ങളിലും പെട്ടെന്ന് തീരുമാനമെടുക്കാനും അനാവശ്യമായ തിടുക്കം കാണിക്കാനുമുള്ള പ്രവണത കൂടും. ബന്ധങ്ങളിലായാലും ബിസിനസ്സിലായാലും ജോലിയിലായാലും ചെയ്യുന്ന ഏത് കാര്യത്തിലായാലും ഈ തിടുക്കം നിങ്ങൾ നിയന്ത്രിച്ചില്ലെങ്കിൽ അത് വലിയ സാമ്പത്തിക നഷ്ടങ്ങൾക്കോ മാനസിക വിഷമങ്ങൾക്കോ വഴിമാറിയേക്കാം. നിങ്ങളുടെ രാശാധിപൻ ശനിദേവനായതുകൊണ്ട് ദിവസവും രാവിലെയും വൈകുന്നേരവും ശുദ്ധിയോടെ ശനീശ്വര സ്തോത്രം 108 തവണ ജപിക്കുക. ഇത് ശനിദോഷങ്ങൾ അകറ്റി ജീവിതത്തിൽ വിജയം തരും. ദിവസവും ഹനുമാനെ ഭജിക്കുന്നത് മാനസികമായ ധൈര്യവും നെഗറ്റീവ് ഊർജങ്ങളിൽ നിന്നുള്ള സംരക്ഷണവും നൽകും. ദിവസവും വിഷ്ണു സഹസ്രനാമം ഭവനങ്ങളിൽ ജപിക്കുകയോ ശ്രവിക്കുകയോ ചെയ്യുന്നത് വ്യാഴത്തിന്റെ അനുഗ്രഹം ഉണ്ടാകാനും സാമ്പത്തിക അഭിവൃദ്ധി കൈവരിക്കാനും സഹായിക്കും. കുംഭം രാശിക്കാർക്കായുള്ള ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഈ ജ്യോതിഷ പ്രവചനങ്ങൾ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.